ഹലോ, എല്ലാവർക്കും പ്രമോ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ മലയാള പത്രങ്ങളിലൊക്കെ വളരെ സങ്കടകരമായ ഒരു വാർത്തയുണ്ട്. പക്ഷെ അത് മുൻപേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കേരളത്തിലെ വാർത്തയല്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ ക്ലബ്ബായ ലിവർപൂളിന്റെ ഒരു ഫോർവേഡ് കളിക്കാരൻ ദിയാഗോ ജോട്ട എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കൂടാതെ അദ്ദേഹത്തിന്റെ അനിയനും ആയ ആന്ദ്രേ സിൽവിയ, ഇവരെ കൂടെ ഒരു ലംബോർഗിനി കാറിൽ, ഈ ദിയാഗോ ജോട്ടയുടെ പ്രായം 28 വയസ്സ് മാത്രമാണ്, അനിയന്റെ പ്രായം 25 വയസ്സാണ്. ഇവർ രണ്ടുപേരും കൂടി ലംബോർഗിനി കാറിൽ സ്പെയിനിലെ സമോറ സിറ്റിയിൽ കൂടി പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഹൈവേ ആണ്, ഭയങ്കര സ്പീഡുള്ള ഹൈവേ ആണ്. ആ ഹൈവേയിൽ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ വണ്ടിയുടെ ടയർ പൊട്ടിയെന്നും അങ്ങനെ ഇവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ റോഡ് സൈഡിലുള്ള ഈ ചെറിയ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു, അവിടത്തേക്ക് പാനി കയറി വണ്ടി കത്തി അമർന്നു. ഇവരെ രക്ഷിക്കാനൊന്നും സാധിച്ചില്ല. ഇവർ ആ സ്പോട്ട് തന്നെ കത്തി വെണ്ണീറായി മാറുകയാണ് ചെയ്തത്. എന്തായാലും വളരെ സങ്കടപ്പെട്ട കാര്യമാണ്. 28 വയസ്സേ ആയിട്ടുള്ള ഈ കളിക്കാരന് ഇനിയും ഒരുപാട് കരിയറൊക്കെ അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു. 182 കളികളിൽ നിന്ന് അദ്ദേഹം ഏകദേശം 65 ഗോൾ നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, പോർച്ചുഗലിന് വേണ്ടി 2019 അരങ്ങേറി സ്വന്തം രാജ്യത്തിന് വേണ്ടി 47 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ 14 ഗോളുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ലൊരു കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം എന്തായാലും കായിക ലോകത്തിന് തീരാ നഷ്ടമാണ്. മാത്രമല്ല, അതിലേറെ സങ്കടമുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ റൂത്ത് കർഡോസ, അവരെ ദിയാഗോ ജോട്ട കല്യാണം കഴിച്ചത് ജൂൺ 22-നാണ്. ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ ഇവരുടെ കല്യാണം പബ്ലിഷ് ചെയ്തിട്ട്. അന്ന് അദ്ദേഹം ഫോർ എവർ എന്നൊക്കെയുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഈ ഫോട്ടോയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചത്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം 2 ആഴ്ച മാത്രമേ ഈ ജീവിതം നിലനിന്നുള്ളൂ. മാത്രമല്ല, നമ്മളെ നാട്ടിലെ കല്യാണം പോലെയല്ല, ഇവര് ഒരുപാട് കാലം പരിചയപ്പെട്ട് ഒന്നിച്ച് താമസിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം വളരെ കാലത്തെ ഒന്നിച്ചുള്ള ജീവിതത്തിന് ശേഷമാണ് ഇവർ കല്യാണം കഴിച്ചതായിട്ട് അനൗൺസ് ചെയ്തത്. നമ്മളെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഇന്ത്യയിലെ പോലെയല്ല അവിടെ കാര്യങ്ങൾ. യൂറോപ്പിലൊക്കെ ഒരുപാട് കാലം ഒന്നിച്ച് താമസിച്ചതിന് ശേഷമൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. അല്ലാതെ ഇവിടെയുള്ളതുപോലെ പെണ്ണ് കാണലും പിന്നെ കല്യാണം അങ്ങനെയുള്ള പരിപാടിയൊന്നും അവിടെയില്ല. എന്തായാലും ഒരു സങ്കടമുള്ള വാർത്തയായി രാവിലെ തന്നെ. കാറ് മൊത്തം കത്തി ചാമ്പലായിപ്പോയി. നിങ്ങൾക്കറിയാം, ലംബോർഗിനി കാറാണ്. ലംബോർഗിനി പോലൊരു കാറൊക്കെ നല്ല സ്പീഡായിരിക്കും. അതൊക്കെ ഓടിക്കാൻ അത്രയും പരിചയ സമ്പത്ത് വേണം. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഇതിൻ്റെ ടയർ എന്താണ് പൊട്ടാൻ കാരണം എന്നൊക്കെ അറിയില്ല. കായിക ലോകത്ത് ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഒരു തീരാ നഷ്ടമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.